everyone, welcome to Anything on Wheels. This is our riding gears second video. First part do check that out. So let's get to it. So let's talk about jacket. This is Rynox Air GT 4 model. Air GT latest jacket. This cost around 7,000, 6,990, something like that. So this is a mesh jacket. ജാക്കറ്റ് പല ടൈപ്പ് ജാക്കറ്റുകളുണ്ട്. മെഷ് ഉണ്ടാവും, അഡ്വഞ്ചറായിട്ട് ഒന്നും കൂടി ഈ എയർ ഫ്ലോ ഇല്ലാതെ ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ജാക്കറ്റ് ഉണ്ടാവും. പിന്നെ റെയിൻ കൺട്രോളിൻ്റെ ജാക്കറ്റ് ഉണ്ട്. നന്നായിട്ട് എയർ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സമ്മറിലെല്ലാം യൂസ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു മെഷ് ജാക്കറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ്സ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ റെയിൻ കവർ നമുക്ക് എക്സ്ട്രാ കിട്ടും, ഈ തെർമൽ ലൈനർ കിട്ടും. അതെല്ലാം ആഡ് ചെയ്ത് ഈ ജാക്കറ്റിന് ഒന്നുകൂടി നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. റൈഡിങ് ജാക്കറ്റിനെ സാധാരണ ലെതർ ജാക്കറ്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഈ പ്രൊട്ടക്റ്റേഴ്സാണ്. ഈ റൈഡിങ് ജാക്കറ്റ്സിന് ഒരുവിധ എല്ലാ ഇമ്പാക്ട് ഏരിയയിലും പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഈ ജാക്കറ്റിലെ എല്ലാ പാഡ്സും റിമൂവബിളാണ്, നിങ്ങൾക്ക് കാണുന്ന പോലെ. ഇത് പറയുന്നത് നമ്മുടെ എൽബോ പ്രൊട്ടക്ടറാണ്. രണ്ട് കഴിഞ്ഞൊരു എൽബോ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. ഇത് സേഫ് ടെക്കിൻ്റെ ലെവൽ 2 പ്രൊട്ടക്ടേഴ്സാണ്. അതേപോലെ നമ്മുടെ ഷോൾഡർ പാഡ്സ് വരുന്നുണ്ട്. ഇതും സേഫ് ടെക്കിൻ്റെയാണ്, ലെവൽ 2 പ്രൊട്ടക്ടേഴ്സാണ്. പിന്നെ ഇത് നമ്മുടെ മെയിൻ ബാക്ക് പ്രൊട്ടക്ടറാണ്. ഇതും ലെവൽ 2 ആണ്, സേഫ് ടെക്കിൻ്റെ. പിന്നെ ചെസ്റ്റ് 2 പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. ഇത് രണ്ടും എയർ ടെക്കിൻ്റെ ലെവൽ 2 പ്രൊട്ടക്ടേഴ്സാണ്. സോ ഈ ജാക്കറ്റിൽ ഫുൾ ലെവൽ 2 പ്രൊട്ടക്ടേഴ്സാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പ്രൈസ് പോയിൻറ്റിന് ലെവൽ 2 പ്രൊട്ടക്ടേഴ്സ് വിത്ത് ക്വാളിറ്റി, ദിസ് കൈൻഡ് ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി വാല്യൂ ഫോർ മണി. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് ഡസ്റ്റ്, ബട്ട് ഒരു വാഷിന് ശേഷം ഇറ്റ് വാസ് ബാക്ക് എന്ന് പറഞ്ഞു. ഒരു സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നിനൊരു പ്രശ്നമില്ല. 5 days ബാക്ക് ടു ബാക്ക് 7-8 hours യൂസ് ചെയ്തതാണ്. പിന്നെ ഈ പാഡ്സ് എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്തപ്പോൾ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ജാക്കറ്റ് ഡെയിലി കമ്മ്യൂട്ടിന് യൂസ് ചെയ്യുന്നത്, ഡെയിലി ഓഫീസിലെല്ലാം പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ലൈറ്റ് വെയ്റ്റ് മെഷ് ജാക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഫുൾ ഡെയിലി യൂസിന് യൂസ് ചെയ്യാം. ചിലവർ ഈ എൽബോ പാഡ് മാത്രം യൂസ് ചെയ്യും. ഞാൻ എല്ലാ പാഡ്സും റിമൂവ് ചെയ്തിട്ടാണ് ഡെയിലി യൂസ് ചെയ്യൽ. റൈഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇത് ബാക്ക് ഇൻസേർട്ട് ചെയ്ത്, അത് വീക്കെൻഡ് റൈഡോ എന്തെങ്കിലും പോകുമ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന അറ്റാച്ച്മെൻറ്റ്സ് ഞാൻ കാണിക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ബേസ് ലെയേഴ്സാണ്. ഇത് ഡെക്കാത്തലോണിൽ വാങ്ങിയ ബേസ് ലെയേഴ്സാണ്. റൈനോക്സിലും ബേസ് ലെയേഴ്സ് അവൈലബിൾ ആയിരുന്നു, ബട്ട് ഇത് ഡെക്കാത്തലോണിൽ കുറച്ചുകൂടി കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് അപ്പറാണ്. ഇത് ക്രിപ്സ്റ്റയുടെ അറൗണ്ട് 600-700 rupees വരുന്ന ബേസ് ലെയറാണ്. ഇത് ലോവറാണ്. ഇത് അഗെയിൻ എലാഞ്ചിൻ്റെതാണ്. ഈ ബേസ് ലെയേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒന്നുകൂടി ബോഡി വാമായി നിൽക്കാൻ സഹായിക്കും. ഒന്നുകൂടി ഒരു വൂളൻ ടൈപ്പ് ബേസ് ലെയറും കൂടി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ യൂസ് ചെയ്തിരുന്നു. അതാണ് കാർഡും കൂടെ എല്ലാം പോയപ്പോൾ യൂസ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഈ ജൂൺ ഞാൻ പോയ ടൈമിൽ അതിൻ്റെ ആവശ്യമില്ല. മാർച്ച് ജൂലൈ ഒന്നും അതിൻ്റെ ആവശ്യം വരില്ല. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബേസ് ലെയർ. ഇതിൻ്റെ മുകളിൽ സാധാ ടീഷർട്ട്, അതിൻ്റെ മുകളിൽ ജാക്കറ്റ്. പിന്നെ ജാക്കറ്റിൻ്റെ കൂടെ വാങ്ങിയ ഒരു തെർമലാണിത്. ഇത് ഈ റൈനോക്സിൻ്റെ തെർമലാണ്. ഇങ്ങനെ ഒരു പൗച്ചിലാണ് വരുന്നത്. സോ ഈ തെർമൽ ലൈനർ ഈ ജാക്കറ്റിനുള്ളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു എയർ പഫുള്ള ജാക്കറ്റാണ്, അത്യാവശ്യം ടെമ്പറേച്ചർ കൺട്രോളുള്ള ജാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ യൂസ് വന്നിട്ടില്ല. ഇത് യൂസ് ചെയ്യാൻ മാത്രം ഉള്ളൊരു തണുപ്പ് ഞാൻ പോയ ടൈമിൽ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ബേസ് ലെയർ, ജാക്കറ്റ്, പിന്നെ ഒരു ടീഷർട്ട്, അത് മാത്രമേ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡിസംബർ അങ്ങനെ ടൈമിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലെയറിൻ്റെ കൂടെ ഈ ഒരു തെർമലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെയേഴ്സ് ആഡ് ചെയ്യാം. സാധാ ടീഷർട്ടിന് പകരം ഒരു ഹൂഡി എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത ഇതിൻ്റെ കൂടെ വാങ്ങിയ ലെയർ എന്ന് പറയുന്നത് ഈ റെയിൻ കോട്ടാണ്. റെയിൻ കോട്ട് ഞാൻ ജൂലൈ ടൈമിൽ ഒരുപാട് സെർച്ച് ചെയ്തതാണ്. ഇപ്പോൾ ആ ടൈമിൽ മഴയൊന്നും ഇങ്ങനെ തുടങ്ങുന്ന ടൈമായതുകൊണ്ട് എവിടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് റൈനോക്സിൻ്റെ റെയിൻ കോട്ട് തന്നെ സെർച്ച് ചെയ്തതാണ്. പക്ഷേ റൈനോക്സിൻ്റെ അത് ഒരിക്കലും സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല.
ഒരുപാട് ഒരുവിധ എല്ലാ റൈഡിങ് ഗിയർ സ്റ്റോറിലും പോയതാണ്, എവിടെയും നോർമൽ സൈസസ് ഒന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. XXL 5XL ഒക്കെയാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഫൈനലി എനിക്ക് വിയാറ്റെറയുടെ ഈ റെയിൻ കോട്ടാണ് കിട്ടിയത്. ബട്ട് ഇതാണ് ആക്ച്വലി സെയിം റെയിൻ കോട്ട് തന്നെയാണ് റൈനോക്സിലും വരുന്നത്. ഇത് അഗൈൻ ഞാൻ ലഡാക്കിൽ കൊണ്ടുപോയിട്ട് എനിക്കവിടെ യൂസ്ഫുൾ വന്നില്ല, ഞാൻ ക്യാരി ചെയ്തുണ്ടെങ്കിലും. ബട്ട് ഇത് എനിക്ക് ഇവിടെ ഡെയിലി യൂസിൽ 2-3 തവണ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മഴ പെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. ഇതിന് പ്രൈസ് വരുന്നത് 1000 rupees. ബട്ട് ഇറ്റ്സ് ഗുഡ്. അത്യാവശ്യം വാട്ടർ പ്രൂഫുണ്ട്. ഇങ്ങനെ ഒരു ലൈം ഗ്രീൻ ഇങ്ങനത്തെ വിസിബിളായ കളറാണ് എപ്പോഴും റെയിൻ ജാക്കറ്റ് വാങ്ങുന്നത് നല്ലത്. കാരണം റെയിൻ ആകുമ്പോൾ വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഈ കളർ പെട്ടെന്ന് കാണും. പിന്നെ ഈ Viaterra എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും അതേപോലെ ഈ ലൈനും എല്ലാം റിഫ്ലക്റ്റിംഗ് ആണ്. സോ ലൈറ്റ് തട്ടുമ്പോൾ അതെല്ലാം ഒന്നുകൂടി ഷൈൻ ചെയ്ത് ഒന്നുകൂടി വിസിബിലിറ്റി കൂടും. സോ ബ്ലാക്ക് ജാക്കറ്റ് ഒരു ഡാർക്ക് ജാക്കറ്റിനേക്കാളും റെയിൻ കോട്ടിനേക്കാളും നല്ലത് ഈ കളർ റെയിൻ കോട്ടാണ്. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ജാക്കറ്റ് ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്മെൻറ്റ്സ്. സോ അപ്പർ ബോഡി പോലെ തന്നെ ലോവർ ബോഡി പ്രൊട്ടക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് റൈഡിങ് പാൻസ് നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. റൈനോക്സിൽ തന്നെ വരുന്നത് 8K+ വരുന്നുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ കുറച്ച് റൈഡിങ് പാൻസ് ഉണ്ട്. നിങ്ങൾ റൈഡിങ് പാൻസ് നോക്കുകയാണെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദ റോയൽ എൻഫീൽഡ് കളക്ഷൻസ്. അതിൽ കുറേ ജീൻസ് ടൈപ്പ് അങ്ങനെയൊക്കെ തന്നെ പ്രൊട്ടക്ഷൻ ലെയേഴ്സ് എല്ലാം വരുന്ന കുറച്ച് ട്രെൻഡി ആയ റൈഡിങ് പാൻസ് എല്ലാം വരുന്നുണ്ട്. ബട്ട് 8K അറൗണ്ട് ദാറ്റ് സ്പെൻഡ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു നീ പ്രൊട്ടക്റ്റേഴ്സ് വാങ്ങാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ ബൂട്ടിൻ്റെ പറഞ്ഞ പോലെ തന്നെ നീ പ്രൊട്ടക്റ്റേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ബൈക്കൊന്ന് ചെറുതായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാലിൻ്റെ മുകളിൽ നീൻ്റെ മുകളിലെല്ലാം ബൈക്കൊന്നും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നീ പ്രൊട്ടക്റ്റേഴ്സ് ഞാൻ കുറേ സെർച്ച് ചെയ്തതാണ്, ഒരുപാട് സെർച്ച് ചെയ്തു. ആൻഡ് ഫൈനലി ഐ എൻഡ് അപ്പ് വിത്ത് റോയൽ എൻഫീൽഡ് വൺ. സോ എന്തുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, 1 is കോസ്റ്റ്, സെക്കൻഡ് ഇതിൻ്റെ ബൾക്കിനെസ് ആൻഡ് ദ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, ആൻഡ് തേർഡ് ഈസ് അഗൈൻസ്റ്റ് എ നോക്സ് പ്രൊട്ടക്ടർ. സോ ഓരോ ഓപ്ഷനും ഉണ്ടായിരുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ റൈനോക്സ് ആയിരുന്നു. അതിന് ഏകദേശം 3500 വരുന്നുണ്ട്. നോക്സ് ലെവൽ 1 പ്രൊട്ടക്ടറാണ്, ലെവൽ 2 ഒന്നല്ല. പക്ഷെ അതിന് ഏകദേശം 3500 വരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ടു ബൾക്കി ഓൾസോ. ഇവിടെ എല്ലാം കുറച്ചും കൂടി ഒരു മെക്കാനിസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ ഇത് എളുപ്പത്തിൽ ബെൻഡിങ് എല്ലാം ആവാൻ വേണ്ടിയിട്ട്. ബട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ഇവിടെ നല്ല ബൾക്കിനെസ് ആണ്, ഒരു നല്ല ബൾക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 3500 റേറ്റ് ഉണ്ടായത് കൊണ്ടും അവിടുന്ന് ഷോറൂമിൽ തന്നെ അവർ പറഞ്ഞു ഈ റേറ്റ് കൊടുത്തൊരു നീ പ്രൊട്ടക്ടർ വാങ്ങുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്തൊരു പാൻസ് വാങ്ങിക്കൂടെ നല്ലത്. അപ്പോൾ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു പോന്നു. പിന്നെ ഞാൻ സോളിസിൻ്റെ ഒരു സാധനം ഓൺലൈനിൽ കണ്ടു, അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അഗൈൻ ദാറ്റ് വാസ് ബൾക്കി. റൈനോക്സിൻ്റെ അത്ര എക്സ്പെൻസീവ് ആയിരുന്നില്ല, ബട്ട് സ്റ്റിൽ മോർ ദാൻ 2800 സംതിങ് ലൈക്ക് ദാറ്റ്. റൈഡ ആൾസോ കോസ്റ്റ് അറൗണ്ട് 3000. പിന്നെ ഞാൻ ഈ റോയൽ എൻഫീൽഡിൻ്റെ സാധനം കണ്ടത്. റോയൽ എൻഫീൽഡിൻ്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം ഈ ഒരു കോമ്പാക്ട്നെസ്, ഇത് ഇനഫ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്, എല്ലാ ഭാഗവും നേരെ കവർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് സ്റ്റിൽ കോമ്പാക്ട്. അതാണ് മെയിൻ ഇൻക്രീസ് പറ്റിയത്. ഇതിന് അറൗണ്ട് 3000 സംതിങ് പ്രൈസ് ഉണ്ടായിരുന്നു. ബട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഓൺലൈനിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് ടൈം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 20% സംതിങ് ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് നല്ല റേറ്റിലാണ് കിട്ടിയത്. അറൗണ്ട് 2500 ബിലോ ദാറ്റ് ആണ് എനിക്കത് വന്നത്. പിന്നെ എൻ്റെ ഓവറോൾ റൈഡിങ് ഗിയറിന് എല്ലാം എനിക്കത് സൂട്ടായി തോന്നി. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഓൺലൈനിൽ പൊതുവേ കണ്ടുവരുന്നത് ഈ ഒരു സെക്ഷൻ ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ടെന്നാണ്. അത് ഓബിയസ്ലി ബ്രേക്ക് ആവും, അത് നിങ്ങൾ ഈ സാധനം വന്ന് ബ്രേക്ക് ആവുന്നുണ്ട് ഉറപ്പാണ്. കാരണം ഇതിങ്ങനെ ജോയിൻ്റ് ഇവിടെയാണ് എപ്പോഴും മൂവ് ചെയ്യുക. ഇത് ചെറിയൊരു കണക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും അങ്ങനെ നേരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് ബ്രേക്ക് ആവുന്നത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം അത് ലെഗിലിട്ട് കഴിഞ്ഞത് പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ട് ഇവിടെ നിൽക്കും. ഇത് കാരണം നമുക്കൊരു പ്രൊട്ടക്ഷനൊന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. അത് ലെഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നേരെ ഹഗ് ചെയ്ത് നിൽക്കും. സോ ഇത് ബ്രേക്ക് ആയതുകൊണ്ടും പ്രത്യേകിച്ച് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഈ സ്ട്രാപ്പെല്ലാം കറക്റ്റ് ഇൻ പ്ലേസ് ആയതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. നോക്സ് പ്രൊട്ടക്ടറാണ്. ഡു ചെക്ക് ദിസ് ഔട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എനി ഗാർഡ്.
സോ നമ്മുടെ സേഫ്റ്റി ഗിയർസ് എല്ലാം കഴിഞ്ഞു, ഇനി ലഗേജാണ്. സോ ഞാൻ പറഞ്ഞിരുന്നു ഞാനത് പാക്കേജിലാണ് പോയിരുന്നത്. പാക്കേജിലായത് കൊണ്ട് തന്നെ എനിക്ക് ലഗേജ് എന്നുള്ളൊരു കൺസേൺ ആയിരിക്കില്ല, കാരണം ബാക്കപ്പ് വെഹിക്കിളുണ്ടായിരുന്നു ലഗേജെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് റൈഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം, അതായത് വാട്ടർ ബോട്ടിൽ, എനിക്ക് കുറേ ക്യാമറ ഗിയർസ് ഉണ്ടായിരുന്നു, പിന്നെ റെയിൻ കോട്ട്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇടാൻ വേണ്ടി ഒരു ബാഗ് നോക്കുന്നതായിരുന്നു ഞാൻ. ആ സമയത്താണ് ഞാൻ ഈ ടാങ്ക് ബാഗ് കണ്ടത്. ഇത് റൈനോക്സിൻ്റെ ടാങ്ക് ബാഗാണ്. ദിസ് വാസ് വെരി ഹെൽപ്ഫുൾ. ഇതൊരു മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്. സോ ഞാൻ യൂഷ്വലി അവഞ്ചറാണ് റൈഡ് ചെയ്യാറ്, ബജാജ് അവഞ്ചർ. അതിന് ഇത് പെർഫെക്റ്റ്ലി ഈ മാഗ്നറ്റ് വെച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ 3 പോയിൻ്റ് മാഗ്നറ്റിക് പോയിൻറ്റ്സ് ഉണ്ട്. ബട്ട് KTM 390 അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഒരു നോൺ മാഗ്നറ്റിക് ടാങ്കാണ്. സോ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കുറേ ഇങ്ങനത്തെ സ്ട്രാപ്സ് വരുന്നുണ്ട്. ഈ സ്ട്രാപ്സ് എല്ലാം വെച്ചിട്ട് ഇവിടെ ഒരു കുറച്ച് അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഇത് വെച്ച് സ്ട്രാപ്സ് യൂസ് ചെയ്ത് നമുക്ക് ബൈക്കിൽ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് 2 ക്ലിപ്പാണ് വരുന്നത് സ്ട്രാപ്പിനെ. ക്ലിപ്പ് വെച്ചത് പെട്ടെന്ന് ഊരാനും നമുക്ക് പെട്ടെന്ന് അൺമൗണ്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. വൺ ടൈം ഒരു 5 മിനിറ്റ്സ് കൊണ്ട് വൺ ടൈം നമുക്കതിൻ്റെ സെറ്റപ്പ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അൺമൗണ്ടിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഇത് വേറെ ഒരു സ്ട്രാപ്പാണ്, മൗണ്ടിങ് സ്ട്രാപ്സ്. ഇതിൻ്റെ കൂടെ 2 സ്ട്രാപ്പും കൂടി ഉണ്ട്. ഈ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഒരു ഹാൻഡ് ബാഗായിട്ട് യൂസ് ചെയ്യാം. സോ ഈ സ്ട്രാപ്പ് വെച്ചാണ് ഞാനിത് എയർപോർട്ടിൽ യൂസ് ചെയ്തിരുന്നത്. അതായത് ഫ്ലൈറ്റിനകത്ത് ഹാൻഡ് ബാഗായിട്ട് ഈ സ്ട്രാപ്പ് വെച്ച് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു റെയിൻ കോട്ടും വരുന്നുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ ക്ലിയർ സെക്ഷൻ ഉണ്ട്. മൊബൈലിൽ വെച്ച് നമുക്ക് മാപ്പെല്ലാം യൂസ് ചെയ്യാം, നാവിഗേഷന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇവിടെ നമ്മൾ ഗ്ലൗസ് എല്ലാം ഊരി പെട്ടെന്ന് നമുക്ക് വെക്കണമെങ്കിൽ പറ്റിയൊരു റേഞ്ചാണ് സ്ഥലമാണ് ഇത്. റൈഡിൽ പോകുമ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാകും. കാരണം നമ്മൾ ബൈക്ക് നിർത്തുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യത്തിന് ഗ്ലൗസ് ഊരിയ അത് പെട്ടെന്ന് വെക്കാനൊരു ഏരിയ എന്നുള്ള രീതിയിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു യൂസ് ആയി തോന്നിയിട്ടില്ല, പക്ഷെ ഓൺ ദ ഗോ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് 15 ലിറ്ററാണ് സ്പേസ് ഉണ്ട് അത്യാവശ്യം. ഇതിൻ്റെ കൂടെ ഞാൻ DSLR, ഒരു എക്സ്ട്രാ ലെങ്സ്, ഒരു വാട്ടർ ബോട്ടിൽ, പിന്നെ കുറച്ച് സ്നാക്സ്, പിന്നെ റെയിൻ കോട്ട് അങ്ങനെ യൂസ് ചെയ്തിരുന്നു. ഇവിടെയും തന്നെ കുറച്ച് കേബിൾസും കാര്യങ്ങളും അതിന് യൂസ് ചെയ്തിരുന്നു. സോ ദിസ് വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ റൈഡ്. ദിസ് മെയ്ഡ് മൈ റൈഡ് വെരി ഈസിയർ ആക്ച്വലി. So that's it about the tank bag. അടുത്തത് ബാലക്ലാവ, അങ്ങനെ എന്തോ പറയുന്നതിന്. ബട്ട് ഇത് നല്ല യൂസ്ഫുള്ളായിരുന്നു. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് റൈഡയുടെ സാധനമാണ്. ഇതാണ് എൻ്റെ ഗിയർ കളക്ഷൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി. ഇതുകൊണ്ട് 3 യൂസ് നമുക്ക് ചെയ്യാം. സോ എനിക്ക് ആ ടൈമിൽ ഞാൻ റൈഡ് പോയ ടൈമിൽ ലോങ് ഹെയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സ്പെക്സ് യൂസ് ചെയ്തിരുന്നു. പിന്നെ കുറച്ചൊരു അലർജി ഉള്ളതുമാണ്. സോ ദിസ് വാസ് വെരി യൂസ്ഫുൾ. ഇതുകൊണ്ട് 3 യൂസ് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെക്കൻഡ് ലെയർ ഓഫ് സ്കിൻ, വെരി ലൈറ്റ് മെറ്റീരിയൽ. നമ്മളുള്ളത് അറിയാൻ കൂടിയില്ല. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഈ അപ്പർ ക്യാപ്പ് നമുക്ക് ഒഴിവാക്കാം. ഇതും ഒഴിവാക്കി ജസ്റ്റ് നെക്കിന് മാത്രം വിൻഡ് പ്രൊട്ടക്ഷന് വേണമെങ്കിൽ ഇങ്ങനെ ഇടാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഫുള്ള് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ മാത്രമേ ഇതിൻ്റെ അടിയിൽ കൂടി കാണുള്ളൂ, അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഈ ക്യാപ്പ് മാത്രം യൂസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ നമ്മളെ ചിന്നിൻ്റെ താഴത്തേക്ക് ഇട്ടാൽ ഫേസ് ഫുൾ ഉണ്ടാവും. ഇതൊരു ക്യാപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യും. ഇതെങ്ങനെ യൂസ് ചെയ്താലും ഒരു സ്ട്രെച്ചോ കാര്യങ്ങളൊന്നും നമുക്കിതിൻ്റെ അനുഭവപ്പെടില്ല. അതാണ് ഇപ്പോൾ ഇത് കുറച്ചിങ്ങനെ വലിച്ച് വിട്ടു എന്ന് കരുതി കൊണ്ട് ഇവിടെ ചിന്നിൽ പ്രഷറൊന്നും വരില്ല. കാരണം ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്, പിന്നെ അതിൻ്റെ മെറ്റീരിയലും അങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. പിന്നെ അതുപോലെ തന്നെ നേരെ റിവേഴ്സും ചെയ്യാം. നമുക്ക് ഈ ഹെഡിൽ നിന്ന് ഒഴിവാക്കി ഇവിടെ ഒരു മാസ്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാം. സോ എല്ലാ ഡസ്റ്റൊക്കെ വരുമ്പോൾ മാസ്ക് യൂസ് ചെയ്തിരുന്നു. ഈ ഫുൾ ടൈം ഞാൻ ഹെഡ് റാപ്പ് യൂസ് ചെയ്യുന്ന ഫുൾ റൈഡ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് അതുപോലെ തന്നെ ഈ മുടി അത്യാവശ്യം വളർത്തിയ കാരണം മുടി ഇങ്ങനെ ഫേസിലേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്. ഹെൽമെറ്റിൻ്റെ അടിയിൽ തന്നെ ഇടയ്ക്ക് ഹെൽമെറ്റ് ഇടുമ്പോൾ ഒരു ലെയർ മുടി ഫേസിലേക്ക് വരും. എന്നിട്ട് പിന്നെ ഹെൽമെറ്റ് ഊരി അത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ ഇതും ഇട്ട് കഴിഞ്ഞാൽ എയർ ഓൾറെഡി പ്രോപ്പറാവും. പിന്നെ ഹെൽമെറ്റ് ഊരാനും ഇടാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ സ്പെക്സിൻ്റെ ലെഗ് ഇവിടെ ആയി നിൽക്കുന്നതുകൊണ്ട് സ്കിന്നിൽ സ്പെക്സിൻ്റെ ലെഗ് കോൺടാക്ട് ചെയ്യാത്തതുകൊണ്ടും
നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇത് എനിക്ക് ഓൺലൈനിൽ ആമസോണിൽ നിന്ന് കിട്ടിയത് 250 റുപ്പീസിനാണ്. അത് വളരെ നല്ലൊരു ഡീലായിരുന്നു. കാരണം അവിടെ പോയിട്ട് കുറേ പേര് ഈ ജസ്റ്റ് ഒരു ക്യാപ്പിന് വേണ്ടി മാത്രം 200-നൊക്കെ സാധാ പോളിസ്റ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് വാസ് വെരി യൂസ്ഫുൾ. സോ ഐ റിയലി റെക്കമെൻഡ് ദിസ്. കാരണം 250ക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് യുവർ റൈഡ് സോ മച്ച് കംഫർട്ടബിൾ. ഡു ചെക്ക് ദിസ് ഔട്ട്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി റൈഡിംഗ് ഗിയർ വീഡിയോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റൈഡ് ഞാൻ പോയ പാക്കേജിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഐ വിൽ മേക്ക് എ സെപ്പറേറ്റ് വീഡിയോ അബൌട്ട് ദാറ്റ്. സോ ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.